ജെറമയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് ആണ് ചിന്തിച്ചത്. അതിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ ചെയ്ത്. അതിൽ 10 പ്രധാന പേരുണ്ട് എന്ന് പറഞ്ഞു. 7 തലയും 10 കൊമ്പും 10 രാജമുടിയുമുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള എതിർ ക്രിസ്തു. 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പറയുന്ന അതിന് 10 പേരുണ്ട്. ചെറിയ കൊമ്പ്, ഉഗ്രഭാവം, ഉപായബുദ്ധിയുള്ള രാജാവ്, വരുവാനിരിക്കുന്ന പ്രഭു, ശൂന്യമാക്കുന്നവൻ, ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നവൻ, തുമ്പുകെട്ട ഇടയൻ, അധർമ്മമൂർത്തി, നാശയോഗ്യൻ, വെള്ളക്കുതിരപ്പുറത്ത് വരുന്നവൻ, മൃഗം, ഇങ്ങനെയൊക്കെയുള്ള പേരിലാണ് അറിയപ്പെട്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞു അവന് മുറിവേറ്റു. അവന് മുറിവേറ്റെങ്കിൽ അത് മരണകരമായ മുറിവാണ്. അതിൽ നിന്ന് അവൻ അത് ക്യൂറായപ്പോഴും അവന് യേശുക്രിസ്തു 3 ദിവസം കഴിഞ്ഞ് മരിച്ചു ഉയർത്തുന്നേറ്റ പോലെ അവന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഉള്ള ഭോഷ്ക്ക് വിശ്വസിക്കുമാർ അവന് വമ്പ് പറയുന്ന നാവുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾ നിർത്തിയത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന 13-5 വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. വമ്പ് പറയുന്ന വായ. ഈ നേരത്തെ തന്നെ നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെള്ളക്കുതിരപ്പുറത്ത് വരുന്നവൻ ആളെ ഫോഷ്ക്ക് പഠിപ്പിക്കുന്നു. കാരണം വിശ്വസിക്കാൻ വേണ്ടി ഫോഷ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ അടുത്ത കാലങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം ഈ അന്ത്യനാളുകളുടെ ലക്ഷണമാണ്. അടുത്ത കാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിപ്പം ഇലക്ഷനുമൊക്കെ നടക്കുന്ന സമയങ്ങളാണല്ലോ. അതിന് മുമ്പും, ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോഴല്ല, അതിന് മുമ്പും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ ആളുകളെ പലതും പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് കൺവിൻസ് ചെയ്യിക്കുക. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. അത് ശരിയാണ്. അതിനുവേണ്ടി 2 സാക്ഷികളെയും കൂടെ നിർത്തുക. ഇത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സ്റ്റൈലാണ് പൊതുവെ കാണുന്നത്. കാരണം ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ചെയ്ത കാര്യം തന്നെ അത് തെറ്റാണെങ്കിൽ അത് ശരിയാണെന്ന് സമർത്ഥിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതിവിടെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, ഇന്ത്യ മാത്രമല്ല. ഈവൻ അത് എല്ലാ സർക്കിളിലും, ഈവൻ ജുഡീഷ്യറി വരെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള ലീഡറിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ടുള്ള ലീഡറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് വമ്പ് പറയുക, അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ട് അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അല്ലാത്തവർക്ക് പിടിച്ചു വയ്ക്കാൻ വയ്യാത്തൊരു സ്റ്റേജാണ്. പലർക്കും അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഏതൊക്കെ രീതിയിലാണ് കള്ളത്തരങ്ങൾ പറഞ്ഞ് ശരിയാക്കിയെടുക്കുന്നത്. ഇതും അതുപോലെ വമ്പ് പറയുന്നൊരു നാവ്. അതിൻ്റെ ഒരു ഇപ്പോഴ് അത് കാണുന്നത് അങ്ങനെയുള്ളൊരു ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കും, ആളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു ബുദ്ധിയില്ലാത്തവർ, അല്ലെങ്കിൽ അല്പബുദ്ധികളായിരിക്കുന്നവർ, കേൾക്കുന്നതൊക്കെ വിശ്വസിക്കുന്നവർ, അതെല്ലാം അങ്ങ് വിശ്വസിക്കും, ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിക്കും. എന്നാൽ അത് വമ്പാണ് എന്ന് നമ്മൾ മറന്നു പോരുത്. അവൻ നല്ലൊരു ഒറേറ്ററാണ്. ഇവിടെ പറയുന്നത് 13-5 വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായതിന് ലഭിച്ചു എന്ന് പറയും. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദ നിമിത്തം ഞാൻ അന്നേരം നോക്കി. ഈ കൊമ്പ് സംസാരിക്കുന്നു, അതും ഇത് തന്നെയാണ് പറയുന്നത്, കൊമ്പ് സംസാരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാവിൽ ബൈബിൾ പ്രകാരം നാവിൽ തന്നെ ജീവനും മരണവുമുണ്ട്. സാദൃശ്യവാക്യം 18:21 നിങ്ങളുടെ നാവിൽ തന്നെ ജീവനും മരണമുണ്ട്. അത് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ്. പ്രത്യേകിച്ചും ദൈവമക്കളുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത്. നാവിൽ കൂടി നമ്മൾ ജീവൻ പറഞ്ഞാൽ ജീവൻ വരും. ചില ആളുകളുണ്ട് എപ്പോഴും ഇങ്ങനെ നിരാശയിൽ ക്രിട്ടിസൈസ് ചെയ്ത് ഒന്നും ശരിയാവത്തില്ല, എല്ലാം നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചാണ്, ഇസ്രായേൽ മക്കളെ പോയപ്പോൾ 2 പർവ്വതത്തിൻ്റെ മേളിൽ നിർത്തി, ഗരീസി പർവ്വതവും ഏബാൽ പർവ്വതത്തിൽ നിർത്തിയിട്ട് നിങ്ങൾ അനുഗ്രഹവും ശാപവും പറയണമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. അത് പറയുന്നതനുസരിച്ച് വരുമെന്ന് പറയുന്ന കാര്യം നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡിൽ ചിന്തിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നാവിലെ
മരണവും ജീവനും തന്നിരിക്കുന്നു. അതിൻ്റെ അധികാരം നമുക്ക് തന്നിരിക്കുന്നു. ചില ആളുകളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ അത് ദുർവിനിയോഗം ചെയ്യും. ഇവിടെ അവൻ അധികാരം കൊടുക്കുന്ന ആരാണ്? മഹാസർപ്പമാണ് അധികാരം കൊടുക്കുന്നത്. ദാനിയേൽ പ്രവചനം 8:23-24 വാക്യങ്ങളിൽ, എന്നാൽ അവരുടെ രാജ്യത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലിയതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ല താനും. അവൻ അതിശയമെന്ന നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. ഇവിടെ അവൻ്റെ അധികാരം വലുതാണ്. ഇത് കൊടുത്തിരിക്കുന്ന ആരാണ്? അധികാരം കൊടുത്ത് മഹാസർപ്പമാണ്. തീയിറക്കാൻ കഴിവുണ്ട്. അടയാളങ്ങളെ, അത്ഭുതങ്ങളെ ഒക്കെ വരുത്താൻ ഉള്ള കഴിവനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് അവസാനത്തെ ഒരു രാഷ്ട്രമായിട്ടാണ് അവൻ്റെ ഭരണം വരുന്നത്. എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്ന് പറയുമ്പോൾ 7ാമത്തെ ഒരു ഭരണമായിട്ട് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഉടലെടുത്ത ഒരെണ്ണമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1ാമത്തത് നമുക്കറിയാം അസിറിയൻ എംപയർ ഫസ്റ്റ് എന്നുള്ളത്. അവിടെ അശൂർ സാമ്രാജ്യം എന്ന് പറയുന്ന നഹു 3:4 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോനാ പ്രവാചകൻ അവിടെ ചെന്ന് അവർക്ക് നാശം സംഭവിക്കുന്ന കാര്യമൊക്കെ പ്രവചിച്ചതായിട്ട് കാണുന്നുണ്ട്. അവിടെ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. 2ാമത് ഈജിപ്ഷ്യൻ എംപയറാണ്. അവിടെ പിരമിഡുകൾ ഉണ്ടാക്കി നക്ഷത്രങ്ങളുടെ രാശികൾ നോക്കുകയും സൂര്യൻ്റെ ഗതികൾ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം ആയിരുന്നു അത്. 3ാമത് വന്നത് ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. അവിടെയും ഇതുപോലെ വിഗ്രഹാരാധനകൾ ഉണ്ടായിരുന്നു. നെബൂഖദ്നേസറിൻ്റെ കാലം ഒക്കെ അറിയാം. അവിടെ നിന്നാണ് 4ാമത്തെ മേദ്യ പേർഷ്യ സംസ്കാരം വന്നത്. അവിടെയും വിഗ്രഹങ്ങളുടെ ആരാധന ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മറന്നു പോരുത്. അത് കഴിഞ്ഞ് 5ാമതാണ് ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടറുടെ സാമ്രാജ്യം വന്നത്. അവിടെയും ദുരാചാരങ്ങളുണ്ടായിരുന്നു. നമ്മളിത് ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യത്തെ എംപയർ തൊട്ട് ഇങ്ങോട്ട് എല്ലായിടവും ദൈവത്തിന് പകരമായിട്ട് ഒരു വിഗ്രഹത്തെ വെച്ച് ആരാധിക്കുകയും ദുരാചാരങ്ങൾ നടക്കുകയും ചെയ്യും. അവിടെ എല്ലാം പൈശാചികമായിട്ടുള്ള ചിന്തകളായിരുന്നു. അത് കഴിഞ്ഞ് 6ാമത് വന്നാണ് റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിൽ ഈവൻ എംപറേഴ്സിനെ വരെ ആരാധിക്കാനായിട്ട് പറഞ്ഞായിട്ട് കാണുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നു. മറ്റവൻ 7ാമത്തെ സാമ്രാജ്യമാണ്. അവൻ വന്നിട്ടില്ല, അവൻ വരാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ 7ാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത്. അത് അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. അപ്പോഴവൻ എഴുന്നേറ്റ് വരുന്നൊരു സമയമായിരിക്കുന്നു എന്ന് നമ്മളെ കാണുന്നു. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ റെസിഡ്യൂവിൽ നിന്ന് അതിനുശേഷമാണല്ലോ യൂറോപ്യൻ യൂണിയനും ഒക്കെ വന്നത്. 13 രാഷ്ട്രങ്ങൾ വന്നു. അതിൽ നിന്ന് ഒരെണ്ണം വിട്ടുപോയി, ബ്രിട്ടൻ വിട്ടുപോയി, ബാക്കി 2 വിട്ടുപോകുന്നു. അന്നേരം ഈ 10 രാജാക്കന്മാർ എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നാണ് ആൻറ്റിക്രൈസ്റ്റ് ഉടലെടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമുക്കൊരു പ്രൊഫസിയായിട്ട് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. കാരണം 10 രാജ്യങ്ങളിൽ നിന്നൊരു കൊമ്പ് മുളയ്ക്കും. അത് നമ്മളിപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ്, പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ് വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം. വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്ന പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്തയാണ് ബൈബിളിൽ നിന്ന് ഉള്ള ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്. അന്നേരം അവർ വന്നിട്ട് ഈ ചെറിയ കൊമ്പ് 10 കൊമ്പുകളിലുള്ളതിനകത്ത് ചെറിയ കൊമ്പ് 3 കൊമ്പുകളെ വിഴുങ്ങിക്കളയും എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആൻറ്റിക്രൈസ്റ്റ് ഒരു ഏകാധിപതിയായി മാറും. 11ാം വാക്യം, റെവലേഷൻസ് 13:11 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. അതിന് കുഞ്ഞാടിനുള്ള പോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം പോലെ സംസാരിച്ചു. ഭൂമിയിൽ നിന്ന് കയറി വരുന്നൊരു മൃഗമാണ്. നേരത്തെ ഉള്ളത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന, ജനനദിയിൽ നിന്ന് കയറുന്ന ഒരു രാഷ്ട്രീയ നേതാവെങ്കിൽ ഇവിടെ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം എന്നിവിടെ പറയുന്നത് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡർ. നേരത്തെ അത് പറഞ്ഞാണ്. ഈ റെവലേഷൻസ് 13:11 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഈ റിലീജിയസ് ലീഡറെ കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം, യവനൊരു മതനേതാവാണ്. യവൻ സകല
സകല മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു കള്ളപ്രവാചകനായിട്ട് വർക്ക് ചെയ്യും. ചില സഭകളെ ഒന്നിക്കുന്ന ഒരു സംഭവമാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. എല്ലാ സഭകളുടെയും കൂടി ഒരു കൗൺസിലാണത്. അന്നേരം അതിൻ്റെ ഒരു നേതാവായിട്ട് അവൻ വന്നുകൂടായികയില്ല. കാരണം ഇവിടെ കർത്താവിനെ അറിയുന്നവരൊക്കെ എടുക്കപ്പെട്ടു പോയി. കൈവിടപ്പെട്ട് കിടക്കുന്നവരെ, ക്രിസ്ത്യാനികളെന്ന പേരിന് വേണ്ടി നിൽക്കുന്നവരെ, നോമിനലായിട്ട് നിൽക്കുന്ന, പവറിന് വേണ്ടി ക്രിസ്തീയ ഭരണം ഏറ്റെടുത്തിരിക്കുന്നവരെ, അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു കൂട്ടമാണുള്ളത്. അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇവന് എളുപ്പമാണ്. അതായത് സഭകളെ എല്ലാം കൂടെ ഒന്നിപ്പിക്കാനായിട്ടുള്ള, ഒന്നിച്ച് നിർത്താനായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത് കാണുന്നുണ്ട്. 17-ാം അധ്യായം, നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മൃഗങ്ങളുടെ മുകളിലിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും, അതൊരു മതമാണ്, അതൊരു ക്രിസ്തീയ മതമാണ്, അതിനെ നശിപ്പിച്ച് കളയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 21 ആക്ഷൻസ്, ദൈവത്തിൻ്റെ നടപടികൾ, സ്വർഗത്തിൽ നിന്ന് നടപടികളിൽ അത് പറഞ്ഞു. എങ്ങനെയാണ് ആ സ്ത്രീയെ, ആ മതത്തെ നശിപ്പിച്ച് കളയുന്നത് എന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളത് ദയവായിട്ടത് പോയി അത് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും അതിനകത്ത് എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത്. അതൊരു റിലീജിയസ് ലീഡറാണ്. അപ്പോഴും മതവും രാഷ്ട്രീയവും ഒന്നിക്കുന്നത് കാണുന്നത് 17-ാം അധ്യായത്തിലാണ്. ഈ മതവും രാഷ്ട്രീയവും കൂടെ ഒന്നിച്ചു വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അവൻ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കും. വേറൊരു രീതി പറഞ്ഞാൽ വേൾഡ് പൊളിറ്റിക്സ്, വേൾഡ് റിലിജിയൻ, വേൾഡ് എക്കോണമി, ഇത് മുഴുവൻ അവൻ കൺട്രോൾ ചെയ്യും. ഒരു പുതിയ ഓർഡർ തന്നെ കൊണ്ടുവരും. നമ്മളിത് വായിച്ചു നോക്കിയാൽ അറിയാം. ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. അതിനകത്ത് പറയുന്നുണ്ട്, പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒത്തിരി കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാനുള്ള ബലം ലഭിച്ചു. അന്നേരം അവർ എല്ലാവരും അന്ന് നിൽക്കുന്നവർക്കെല്ലാം, ഇവിടെ ഉള്ളവർക്കെല്ലാം തന്നെ മൃഗത്തിൻ്റെ ഒരു മുദ്ര ആവശ്യമാണ്. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയില്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വഹിയാതെ വരുന്നു. ദാറ്റ് മീൻസ് വേൾഡ് എക്കോണമിയെ പൂർണ്ണമായിട്ടും അവന് കൈകാര്യം ചെയ്യും. ചെറിയവരും വലിയവരും, സമ്പന്നരും ദരിദ്രരും സ്വതന്ത്രരും ദാസരും ആയിട്ടുള്ള എല്ലാവർക്കും വലങ്കയിലും നെറ്റിമേലും ആ മുദ്ര കിട്ടും. ആ മുദ്ര എന്താണെന്ന് ചോദിച്ചാൽ, ആ മുദ്രയുടെ കാര്യമാണ് ഒരു നമ്പർ എന്ന് പറയുന്ന 666 എന്നുള്ളത്. ഇത് വലിയൊരു ഡിബേറ്റബിളായിട്ടുള്ളൊരു വിഷയമാണ്. 666, 666. അതാണ് കൊടുക്കുന്ന ഒരു മുദ്ര എന്ന് പറയുന്നത്. നോ കറൻസി, ആ കറൻസിയിലെല്ലാം തന്നെ മാർക്ക് ഓഫ് ദ ബീസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂ വേൾഡ് ഓർഡറാണ്. ഇപ്പോൾ തന്നെ യൂറോ കറൻസി വന്നു, യൂറോപ്യൻ യൂണിയന് വേണ്ടി യൂറോ കറൻസി വന്നു. ഇപ്പോൾ പൗണ്ട്, ഡോളർ, യൂറോ, ഇതൊക്കെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കറൻസികൾ. ഈ കറൻസി ഇപ്പം കറൻസി ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷനാണല്ലോ ഇപ്പം നമ്മൾ നടത്തുന്നത്. എല്ലാം കറൻസി ഇല്ലാതെ ത്രൂ നെറ്റ്, ഇൻ്റർനെറ്റ് വഴിയാണ് പേയ്മെൻറ്റ്, പർച്ചേസസ് എല്ലാം നടക്കുന്നത്. ഒരു ചെറിയ ഒരു നാരങ്ങ വെള്ളം വിൽക്കുന്ന ഒരു കടയിൽ പോയാൽ പോലും അവിടെ ഒരു QR കോഡുണ്ട്. നിങ്ങൾ മൊബൈൽ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 15 രൂപയായാലും 10 രൂപയായാലും 50 രൂപയായാലും അത് ഒന്ന് QR കോഡിലൊന്ന് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. കറൻസി ടോട്ടലി എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത്, ക്യാഷ്ലെസ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിനകത്ത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നമ്പറോ അല്ലെങ്കിൽ അവൻ്റെ മുദ്രയില്ലാത്തവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോയി ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. നിങ്ങൾ ആ മുദ്ര എടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ യാതൊരു ഒരു സംഭവവും നിങ്ങൾക്ക് പറ്റത്തില്ല. അതിന് ഈ മുദ്രയെക്കുറിച്ച് നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഈ മുദ്രയെക്കുറിച്ചും അതുപോലെ ഒരു യേശുക്രിസ്തുവുമായിട്ടുള്ള ആൻറ്റി ക്രൈസ്റ്റ് ഒരു കമ്പാരിസനെ കുറിച്ചും ഒക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ഈ മുദ്രയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാര്യം വെച്ചാൽ നമ്മളൊന്നും ഇവിടെ കാണത്തില്ലല്ലോ ആ സമയത്ത്. കർത്താവിനെ വിശ്വസിക്കുന്നവരും കാണത്തില്ലല്ലോ. എന്നാൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള എല്ലാം എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതെങ്ങനെയാണ് ആ നമ്പർ വർക്കൗട്ട് ചെയ്യുന്നതും എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. തീർച്ചയായും ഈ അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തനം, ഈ ലോകത്തിലെ അന്തിക്രിസ്തുക്കൾ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു, യേശുവിനെതിരായിട്ട് പഠിപ്പിക്കുന്ന എല്ലാ അന്തിക്രിസ്തുക്കളാണ്. എന്നാൽ ഒരുവൻ
ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരുത്തൻ വരും. അവൻ വരാറായി. അവൻ ജനിച്ചോന്ന് പോലും നമുക്കറിയത്തില്ല, ശരിക്കും അറിയത്തില്ല. ജനിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. ചിലപ്പം ജനിച്ചിട്ടുണ്ടാവും, നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അവൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വിനയപ്പെടുത്താം. കാരണം കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ വിശുദ്ധിയോടുകൂടി അവൻ്റെ വരവിനെ കാക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഉള്ളവരെ ഈ ഒരു അന്തിക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കൂടി കടന്നു പോയില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ ഇല്ലാത്തവർ എൻ്റെ പ്രിയപ്പെട്ടവരാലും കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവത്തിൽ വരണമേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് ദൈവം വലിയ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. കർത്താവെ, മഹാസർപ്പത്തിൻ്റെ ശക്തി മൃഗത്തിന് മേൽ കൊടുത്തു. അതിനോട് ചേർന്ന് തന്നെ കള്ളപ്രവാചകനും ചേർന്ന് ആ ത്രിത്വം കർത്താവെ ഭരിക്കുന്ന ഒരു അനുഭവം ഈ ലോകത്തിൽ വരുന്നുണ്ട്. ദൈവമേ, അതിനകത്തൊന്നും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ വ്യാപരിക്കട്ടെ. ഞങ്ങളിലുള്ള വിശ്വാസം ബലപ്പെട്ട ഈ ദിവസങ്ങൾ ദൈവത്തെ മാത്രം നോക്കിയിരിക്കുന്നവരായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് രോഗത്തിലിരിക്കുന്ന ചിലരെയൊക്കെ ഈ ദിവസങ്ങളിൽ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില പ്രയാസങ്ങൾ, ഡയാലിസിസ് നടത്തുന്ന ചില പ്രയാസങ്ങളെ കാണുന്നല്ലോ കർത്താവെ. ഇനി ഡയാലിസിസ് നടക്കത്തില്ല എന്നുള്ള ചിന്തയിൽ ഒക്കെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ കർത്താവ്, ഒരു ക്രിയേറ്റീവ് മിറക്കിള്, അന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ അത് റിഫോം ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്ത് തരുമെന്ന് ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെ പ്രസ്താവിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമോ? തീർച്ചയായും ആ കിഡ്നിയുടെ പ്രയാസങ്ങളിൽ നിന്ന് ദൈവം പൂർണ്ണമായിട്ട് വിടുതൽ തരും. ചില ആളുകളുടെ തലയിൽ ന്യൂറോ ആയിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. അതിലെ ക്ലോട്ടുകളാണ് എന്ന് പറയുന്നു. നമ്മളൊന്ന് പ്രാർത്ഥിക്കും, ആ ക്ലോട്ടുകളൊക്കെ ഒന്ന് അലിഞ്ഞു പോകുവാനായിട്ട്. കർത്താവിൻ്റെ നാമത്തിൽ ആ ക്ലോട്ടുകളെല്ലാം അലിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത്, ആ മരുന്ന് കഴിക്കുന്നവർ കർത്താവ് ആ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. ഇന്ന് രാത്രിയിൽ അത് പ്രവർത്തിച്ച് അത് സാധ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് ഇതിലേക്ക് കയറുന്നതാണ്. നമ്മൾ വീണ്ടും വരവിൻ്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഇതെല്ലാം എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉള്ള എപ്പിസോഡ് പോയി വാച്ച് ചെയ്യണം. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. എല്ലാ ദിവസവും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അതുപോലെ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അയച്ചു തരാണെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.